Hello friends, അപ്പോൾ ഇന്നത്തെ ഫ്ലാസ്ക് ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിക് ഫയൽ ആണ്. സ്റ്റാറ്റിക് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ യൂസർക്ക് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത നമ്മളിപ്പോൾ ഡൈനാമിക് ഒക്കെ നോക്കിയെന്ന് വെച്ചാൽ ഒരു വാല്യൂ കൊടുത്ത് അപ്പുറത്ത് വാല്യൂ നെയിം പ്രിന്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അതുമായി വെബ് ആപ്ലിക്കേഷൻ ഓഫൻ ടു റിക്വയർസ് എ സ്റ്റാറ്റിക് ഫയൽ സച്ച് ആസ് എ ജാവാസ്ക്രിപ്റ്റ് file or CSS file supporting the display of a web page എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മൾ വെബ് പേജ് CSS എന്തിനാ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് എന്തിനാ ക്ലയന്റ് സൈഡിൽ എന്തിനാ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ അതിനായിട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ പ്രൊജക്ട് ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്താലോ അതേമാതിരി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ കോൾ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പൊ ടെംപ്ലേറ്റ് ഉണ്ട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാറ്റിക്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ CSS എന്ന് കൊടുക്കാം, ജാവാസ്ക്രിപ്റ്റിന് JS എന്ന് കൊടുക്കാം, ഇമേജസിന് വേണ്ടിയിട്ട് നമുക്ക് ഇമേജസ് എന്ന് കൊടുക്കാം, നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് നമ്മൾ നേരിട്ട് ഇതിന്റെ അകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിന്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഫയൽ പറഞ്ഞിട്ട് നമ്മൾ പേര് ഇതിൽ കൊടുത്ത് hello.js എന്ന് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഫോൾഡർ ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നോക്കാം. ഇവിടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ സേവ് ചെയ്തു. അത് app.py വന്നിട്ട് നമ്മളിതൊന്ന് റൺ പൈത്തൺ ഫയൽ കൊടുത്തു. അപ്പോൾ നമ്മളെ ഹോം പേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ കോഡൊന്ന് കൊടുത്തു നോക്കാം. നമ്മളിവിടെ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, അതിനുശേഷം സേവ് ചെയ്തു. നമ്മൾ ഇവിടെ ഒരു പുതിയ ഇത് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ രണ്ട് ടെംപ്ലേറ്റ് കൊടുത്തു, റിട്ടേൺ നമ്മൾ ആ പേജ് ഇവിടെ റൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് വരേണ്ടതാണ്. നമുക്ക് എന്താ പ്രോബ്ലം നോക്കാം. നമ്മുടെ JS ഫയലിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഹലോ ആയിട്ട് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ JS ഫയല് നമ്മളെ ഫ്ലാസ്ക് ആപ്ലിക്കേഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളിപ്പോ നേരിട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്താണ് കൊടുത്തത്. നമ്മൾ ഇതിന്റെ അകത്ത് നമ്മളിപ്പോ പറഞ്ഞു CSS വേണമെങ്കിൽ CSS കൊടുക്കുക, ജാവാസ്ക്രിപ്റ്റ് വേണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ JS ഫയലൊക്കെ നമുക്ക് ഒരു ഫോൾഡറിന്റെ അകത്ത് അത് വേണമെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുക, JS എന്ന് കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഫോൾഡർ നെയിം എപ്പോഴും സ്റ്റാറ്റിക് എന്ന് കൊടുത്താലേ നമ്മളിപ്പോ ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് കൊടുത്താലോ അതേമാതിരി തന്നെ സ്റ്റാറ്റിക് എന്ന് കൊടുത്താലേ ഇത് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ന്യൂ ഫോൾഡർ കൊടുത്തു. അവിടെ നമ്മൾ JS എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫയല് ഇതിന്റെ അകത്തേക്ക് നമ്മൾ കൊടുത്തു. സ്റ്റാറ്റിക്കിന്റെ അകത്ത് JS എന്ന് പറഞ്ഞ ഫോൾഡർ കൊടുത്തു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യാണ്ട് വെച്ചാല് നമ്മളിവിടെ ഇതിന്റെ പാത്തും കൂടി നമ്മളിവിടെ കൊടുക്കണം. അപ്പൊ ഈ സ്റ്റാറ്റിക്കിന്റെ അകത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, JS എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ കൂടി കൊടുക്കാം. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ അതിൻ്റെ പേജ് സോഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക്
JS-ന്റെ അകത്ത് സ്റ്റാറ്റിക്കിന്റെ അകത്ത് JS-ന്റെ അകത്ത് hello.js എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സിംഗിൾ സ്ലാഷ് കണ്ടു കൊടുത്താല് ഇനി നമുക്ക് ഇതിൽ എങ്ങനെ CSS സ്റ്റൈലൊക്കെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു CSS എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ന്യൂ ഫോൾഡറിന് കൊടുത്തു. അതിൽ നമ്മൾ CSS എന്ന് പറഞ്ഞ കൊടുത്തു. അപ്പോൾ അതിന്റെ അകത്ത് നമ്മൾ ഇപ്പോൾ JS-ന്റെ അകത്ത് hello.js നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ CSS-ന്റെ അകത്ത് നമ്മൾ ഒരു ന്യൂ ഫയല് style.css എന്ന് പറഞ്ഞ നമ്മൾ കൊടുത്തു. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് നമ്മൾ ഈ ഒരു പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അതിന്റെ ടെക്സ്റ്റിന്റെ സ്റ്റൈലും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ബോഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിന്റെ അകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു കളർ കൊടുത്തു. അതിനുശേഷം നമ്മളിതിന്റെ കളർ ടെക്സ്റ്റിന്റെ കളർ ഫോണ്ട് കളർ നമ്മൾ ഒരു വൈറ്റ് ആക്കി കൊടുത്തു. ഓക്കെ, ഈ ഫയൽ നമ്മൾ സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഏത് ഇതിലേക്കാണോ നമുക്ക് കോൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സാധാ HTML പേജിലൊക്കെ കൊടുക്കുന്ന മാതിരി നമുക്ക് കോൾ ചെയ്താലും നമുക്ക് കിട്ടും. ഇപ്പോൾ ലിങ്ക് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് REF എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമല്ലോ. ഫ്ലാസ്കിൽ എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ലിങ്ക് അകത്ത് നമ്മൾ ഏത് ഫോൾഡർ ആണോ ആ ഫോൾഡർ നമ്മൾ കൊടുത്തു. നമ്മൾ സ്റ്റാറ്റിക്കിന്റെ അകത്താണ് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ ഫയൽ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് CSS എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. CSS സ്റ്റൈൽ CSS. ഓക്കെ, നമ്മൾ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാസ്കിന്റെ അകത്ത് നമ്മൾ സ്റ്റൈല് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോ ജാവാസ്ക്രിപ്റ്റ് നോക്കി, ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റൈൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റൈൽ ഇപ്പൊ നമ്മളൊന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും കൂടി ചേഞ്ച് ചെയ്താല് നമുക്കിപ്പോ സ്റ്റൈൽ എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ സേവ് ചെയ്തു. അപ്പൊ ഇങ്ങനെ എന്ത് സ്റ്റൈലോ എന്ത് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന്റെ അകത്ത് ഇനിയിപ്പോ ഇമേജസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം. അതേമാതിരി ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ട്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലാസ്ക് ആപ്ലിക്കേഷനിൽ നമ്മൾ സ്റ്റാറ്റിക് ഫയലുകൾ യൂസ് ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, താങ്ക് യു.